നമസ്കാരം. മല്ലു ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന ലിവർപൂൾ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാച്ചിൻ്റെ ഒരു ക്വിക്ക് റിയാക്ഷനാണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പെർഫോമൻസിനേക്കാളും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസാണ് ഇന്ന് യുണൈറ്റഡിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടത്. ലിവർപൂളിനെ ആൻഫീൽഡിൽ വെച്ചിട്ട് 2-2 സമനിലയിൽ പിടിക്കാൻ ഇന്ന് യുണൈറ്റഡിന് കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ജയിക്കാനുള്ള ചാൻസുകൾ യുണൈറ്റഡ് ഉണ്ടായിരുന്നു. പക്ഷെ അവസാന നിമിഷം അത് മിസ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു ഡീസൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് ആൻഫീൽഡ് വെച്ചിട്ട് യുണൈറ്റഡ് നേടിയിട്ടുള്ളത്. മത്സരത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് മൊമെൻറ്റ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഹാഫ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു പെർഫോമൻസാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സൈഡിൽ നിന്ന് കണ്ടത്. ലിവർപൂളിൻ്റെ സൈഡിൽ നിന്ന് സ്ലോപ്പി ആയിട്ടുള്ള ഫൈനൽ തേർഡിലെ പാസുകൾ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടിരുന്നു. സാധാരണ നമ്മൾ കാണാറുള്ള വളരെ ക്യുക്കായിട്ടുള്ള മൂവ്മെൻറ്റ്സും അല്ലെങ്കിൽ ഫൈനൽ തേർഡിലെ ക്ലിനിക്കൽ പാസൊന്നും ഫസ്റ്റ് ഹാഫിൽ വന്നിരുന്നില്ല എന്ന് പറയേണ്ടി വരും. 1-2 ക്ലിയർ കട്ടായിട്ടുള്ള ചാൻസുകൾ ലിവർപൂൾ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ മക്കാലിസ്റ്റർ മോ സല കൊടുത്തിട്ടുള്ള ഒരു കിഡിലം ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അത് ഒനാന സേവ് ചെയ്തു. പിന്നെ ഗ്യാപ്കോക്ക് ഒരു 1-on-1 ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് പുറത്തേക്ക് പോയി. ഈ 2 ചാൻസുകളാണ് ലിവർപൂൾ ഫസ്റ്റ് ഹാഫിൽ മേജറായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങൾ. ഒന്ന്, ഓഫ് ദ ബോൾ യുണൈറ്റഡ് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് സ്ലൈഡിങ് ടാക്കിൾസും ഒരു ക്ലോസ് ആയിട്ടുള്ള പ്രസ്സിങ്ങും ബോൾ റിക്കവറീസും ഒക്കെ മിഡ്ഫീൽഡിൽ നിന്നും ഫൈനൽ തേർഡിൽ നിന്നൊക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈഡിൽ നിന്ന് കണ്ടു. ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് ഷോട്ട് ഓൺ ടാർഗറ്റ്സ് ഒന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഉണ്ടായിരുന്നില്ല. ഇവിടെ അമാദിന് കിട്ടിയിട്ടുള്ള ഒരു ഹെഡർ ഓപ്പർച്യൂണിറ്റി എടുത്ത് പറയണം. പക്ഷേ പുള്ളിക്കത് ശരിക്ക് ഗൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് വന്ന ഒരു കിടിലൻ ക്രോസാണ് ഹെഡറിലൂടെ ബോക്സിലേക്ക് എത്തിക്കാൻ വേണ്ടി അമാദ് ശ്രമിച്ചത്. പക്ഷെ അത് നടന്നില്ല. ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കളി കുറച്ചുകൂടി ടൈറ്റ് ആയിരിക്കും. കാരണം 2 ടീമുകൾക്കും ഫസ്റ്റ് ഹാഫിൽ സ്കോർ ചെയ്യാൻ പറ്റിയില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വന്നു. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ലിസാൻഡോ മാർട്ടിനസ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് ആദ്യം സ്കോർ ചെയ്യുന്നത്. ഇവിടെ എടുത്ത് പറയേണ്ടത് ഫസ്റ്റ് ഹാഫിൽ ലിസാൻഡോ മാർട്ടിനസിൻ്റെ ഒരു റൺ ഉണ്ടായിരുന്നു. ആ സമയത്ത് പുള്ളി എനിക്ക് തോന്നുന്നു ഹുലാൻഡിനോടങ്ങാൻ ബോൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പുള്ളിക്ക് ബോൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു റെഗുലർ ആയിട്ടുള്ള അപ്രോച്ച് ആയിരിക്കും. പക്ഷേ മേ ബി ഇറ്റ്സ് പാർട്ട് ഓഫ് എ പ്ലാൻ. കാരണം മാർട്ടിനസും മഗ്വയറും ഒക്കെ അറ്റാക്കിലേക്ക് വരുന്നത് ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട്. ലിസാൻഡോ മാർട്ടിനസിൻ്റെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിനിഷിംഗ് ആണ് നമ്മൾ കണ്ടത്. ഇവിടെ ബ്രൂണോ കൊടുത്തിട്ടുള്ള ആ ഒരു ബോളും എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങനെ ആൻഫീൽഡിനെ നിശബ്ദമാക്കിക്കൊണ്ടാണ് 1-0 ലീഡിലേക്ക് യുണൈറ്റഡ് എത്തിയിട്ടുള്ളത്. പിന്നെ ഒരു 6 മിനിറ്റിനുള്ളിൽ തന്നെ ലിവർപൂളിന് കളിയിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചു. ഇവിടെ കോഡി ഗാപ്കോ ഒരിക്കൽ കൂടി എടുത്ത് പറയണം, പുള്ളി ഇതുപോലുള്ള ക്രൂഷ്യൽ മൊമെൻറ്റിന് പലപ്പോഴും ലിവർപൂളിന് ഒരു ലീഡ് കൊടുക്കാറുണ്ട്. ഇൻഡിവിജ്വൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഗോളാണ് ഗാപ്കോയുടെ സൈഡ് നമ്മൾ കണ്ടത്. ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ബോളുമായിട്ട് വരുന്നു, ഒരു 1 ടച്ച് എടുത്ത് കട്ട് ചെയ്തുകൊണ്ട് ബോക്സിലേക്ക് അടിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒനാന കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടൊരു ജമ്പൊക്കെ നടത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ അത് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് വിചാരിച്ചു. പക്ഷേ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിനിഷിംഗ് ആണ് ഗാപ്കോയുടെ സൈഡിൽ നമ്മൾ കണ്ടത്. അങ്ങനെ 1-1 ഒരു സമനിലയിലേക്ക് ലിവർപൂൾ എത്തുകയും ചെയ്തു. അതോടുകൂടി ലിവർപൂൾ അറ്റ്മോസ്ഫിയർ ആകെ മാറി. ക്രൗഡൊക്കെ നന്നായിട്ട് തന്നെ കളിയിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് മൊമെൻറ്റം പതുക്കെ ലിവർപൂളിലേക്ക് പോകുന്നത് പോലെ തോന്നി. അധികം വൈകാതെ മറ്റൊരു മിസ്റ്റേക്കാണ് നമ്മൾ കണ്ടത്. ഡിലീറ്റ് ബോക്സിലേക്ക് വന്നിട്ടുള്ള ഒരു പന്ത് പുള്ളിയുടെ ഹാൻഡ് അൺനാച്ചുറൽ പൊസിഷൻ ആയിരുന്നു. കയ്യിൽ തട്ടി ഓൺഫീൽഡ് റെഫറി കൊടുത്തില്ല. പക്ഷേ വാർ ഇൻ്റർവ്യൂൻ ചെയ്ത് അത് പെനൽറ്റി ഡിസിഷനിലേക്ക് പോയി. മോ സല പെനൽറ്റി എടുക്കാൻ വരുന്നു. ഒനാന കറക്റ്റായിട്ടുള്ള ജമ്പൊക്കെ നടത്തി. പക്ഷേ ബോളിൻ്റെ പേസ് ഒനാനയെ ബീറ്റ് ചെയ്തു. അങ്ങനെ 2-1 ലീഡിലേക്ക് ലിവർപൂൾ എത്തുകയും ചെയ്തു. ചില പ്ലെയേഴ്സൊക്കെ അനാവശ്യമായിട്ടുള്ള ഫൗൾസൊക്കെ ഡ്രോ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ഇറ്റ്സ് പാർട്ട് ഓഫ് ദി ഗെയിം എന്നൊക്കെ പറയാം. പക്ഷേ ഡെലിബറേറ്റ് ആയിട്ടുള്ള ഫൗൾസ് നടത്തുന്ന ന്യൂനസൊക്കെ ഇന്ന് നമുക്ക് കാണാൻ പറ്റി എന്ന് പറയേണ്ടി വരും. പുള്ളി ഡിലീറ്റിനെ ഫൗൾ ചെയ്യുന്നത് റീപ്ലേ ഒക്കെ കണ്ടാൽ മനസ്സിലാവും. ഡെലിബറേറ്റ് ആയിട്ടുള്ളൊരു ഫൗൾ തന്നെയാണ്. പുള്ളിക്ക് യെല്ലോ കാർഡ് കിട്ടി. പക്ഷെ അത് കുറച്ചുകൂടി ക്രിട്ടിക്കൽ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ റെഡ് കാർഡിലേക്ക് പോകാനുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പിന്നെ മഗ്വയറിന് കിട്ടിയിട്ടുള്ള യെല്ലോ കാർഡാണ്. എനിക്ക് തോന്നുന്നു അതൊരു പെർഫെക്റ്റ് ടൈമിംഗ് ആയിട്ടുള്ള ടാക്കിളായിട്ടാണ് എനിക്ക് തോന്നിയത്. ലിവർപൂൾ ഫാൻസും യുണൈറ്റഡ് ഫാൻസും നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ അതുപോലുള്ള ഫൗൾസൊക്കെ യെല്ലോ കാർഡ് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ഫെയർ ഇൻ എ ഗെയിം എന്ന് പറയേണ്ടി വരും. പിന്നീട് നമ്മൾ കണ്ടത് ഔട്ട് ഓഫ് നോവെയർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്കോർ ചെയ്യുന്നു. ഇവിടെ ഗർനാച്ചോയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ പുള്ളി കൊടുത്തിട്ടുള്ള ഒരു നല്ല ബോളും എടുത്ത് പറയേണ്ടതുണ്ട്.
അമാദ് ദിയാലോ പതിവ് പോലെ പുള്ളിയുടെ പെർഫോമൻസ് കൊണ്ടുവന്നു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷാണ് ദിയാലോയുടെ സൈഡിൽ നിന്ന് കണ്ടിട്ടുള്ളത്. അങ്ങനെ 2-2 എന്നുള്ള സ്കോറിലേക്ക് കളി എത്തുകയും ചെയ്തു. എടുത്തു പറയേണ്ട 1-2 മൊമെൻറ്റ് കൊനാറ്റെ ടീമിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ പുള്ളി ഫുള്ളി ഫിറ്റ് ആയതുപോലെ എനിക്ക് തോന്നിയിട്ടില്ല. ഒരുപാട് സ്ലോപ്പി ആയിട്ടുള്ള മൊമെൻറ്റ് ഒരു കളിയുടെ അവസാന ഘട്ടത്തിലുണ്ടായിരുന്നു. അലക്സാണ്ടർ ആർണോൾഡ് പുള്ളിയുടെ ഡിഫെൻസീവ് എബിലിറ്റി ഒക്കെ ഇപ്പോഴും പ്രശ്നം തന്നെയാണ്. എനിക്ക് തോന്നുന്നു വാൻ ഡൈക്ക് വാസ് റിയലി ആംഗ്രി. ചില മൊമെൻറ്റ്സ് ഒക്കെ പുള്ളിയുടെ സൈഡിൽ നിന്ന് വരുന്ന സ്പേസ് കവർ ചെയ്യാൻ വേണ്ടി വാൻ ഡൈക്കിനൊക്കെ കൂടുതൽ വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. കഷ്ടിച്ചാണ് 1-2 ഓപ്പർച്യൂണിറ്റികൾ മിസ്സായത്. കളിയുടെ അവസാന ഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റി സിക്സേ കൊടുത്തിട്ടുള്ള ഒരു പന്ത് കൃത്യമായിട്ട് ബോക്സിലേക്ക് എത്തി. പക്ഷേ ഹാരി മാഗ്വയറിന് അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ 2-2 എന്നുള്ള സ്കോറോടെ സമനിലയിൽ പിരിയുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈഡിൽ നിന്ന് കണ്ടു. ലിവർപൂളിന് ജയിക്കാനുള്ള ചാൻസുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ആ ചാൻസുകൾ അവർ കൺവേർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 18 ചാൻസുകളോടെ ലിവർപൂൾ തന്നെയാണ് മുമ്പിട്ട് നിന്നിട്ടുള്ളത്. എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള മൊമെൻറ്റം ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈഡിൽ നിന്ന് കണ്ടു എന്ന് പറയേണ്ടി വരും. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.